പിതാവിനോട് സംസാരിക്കുന്നു എന്നെല്ലാമാണ് അവൻ പറയുന്നത്. അതെയോ? നല്ലത്. കുഞ്ഞുമേരിക്ക് ഇപ്പോൾ 3 വയസ്സായി അല്ലേ അന്ന? അതെ, 3 വയസ്സായി. ദേവാലയത്തിൽ സമർപ്പിക്കണം എന്ന നമ്മുടെ തീരുമാനം പ്രാവർത്തികമാക്കുവാനുള്ള സമയമായിരിക്കുന്നു. അതെ, ഞാൻ ഓർക്കുന്നു. ദൈവം നൽകിയത് ദൈവത്തിന് നൽകാൻ സമയമായിരിക്കുന്നു. എത്ര വർഷത്തെ കാത്തിരിപ്പും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് അവളെ നമുക്ക് ലഭിച്ചത്. വളരെ ചുരുങ്ങിയ വർഷത്തിന് ശേഷം അവളെ തിരിച്ചേൽപ്പിക്കേണ്ടി വരുന്നു. അവളുടെ വിയോഗം ഒരു സങ്കടത്തിന്റെ തീക്കനൽ തന്നെ ആയിരിക്കും. എങ്കിലും യോവാക്കിം, ദൈവഹൃദയത്തിൽ നിന്നുമാണ് അവൾ എന്റെ ഉദരത്തിൽ വന്നത്. വേദനകൾ നൽകാതെ അവൾ ഈ മണ്ണിൽ ജനിച്ചു. ദൈവത്തോടൊപ്പം അവൾ വളരുന്നു. ഒരുപക്ഷെ വരാനിരിക്കുന്ന ദൈവപുത്രന്റെ അമ്മയാകാനുള്ള കന്യകയാണ് അവളെങ്കിലും നമ്മുടെ കുഞ്ഞുമേരിയെ ദൈവത്തിന് കൊടുക്കാൻ നാം ശങ്കിക്കരുത്. യോവാക്കിം, എത്രയും വേഗം നമ്മുടെ മകളെ ദൈവത്തിന് കൊടുക്കാം. എത്രയും വേഗം നമ്മുടെ മകളെ ദൈവത്തിന് കൊടുക്കാം. നിങ്ങൾ രണ്ടുപേരും എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? സങ്കടമുണ്ടല്ലോ രണ്ടുപേർക്കും. കുഞ്ഞേ, നിന്നെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതെയോ? അതിനാണ് ഈ മുഖം സുഖമായിരിക്കുന്നത്. ദൈവത്തോടൊപ്പം എപ്പോഴും ആയിരിക്കുന്നത് സന്തോഷമല്ലേ? ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ട് എനിക്ക് വളരാമല്ലോ. എന്നെ അയച്ചാലും. കുഞ്ഞേ, മേരി, എന്റെ കുഞ്ഞ്, ഇവളുടെ ദൈവിക ജ്ഞാനം പോലും എനിക്കില്ലല്ലോ. അമ്മേ, അപ്പ, ഞാൻ പോകാൻ തയ്യാറാണ്. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആശ്രയിക്കുന്നു. ദൈവഹിതം നിറവേറട്ടെ. ദൈവിക കാര്യങ്ങളറിഞ്ഞ് പുരോഹിതരുടെ പരിഗണനയിൽ വളർന്ന് അനേകർക്ക് നന്മയ്ക്ക് കാരണമായി തീരട്ടെ ഞങ്ങളുടെ മകൾ. വരുവന്ന മേരിയെയും കൂട്ടി ദൈവാലയത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ പുരോഹിതനെ കണ്ട് കാര്യമെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? യോവാക്കിം എല്ലാം ഒരുക്കിയിട്ടാണോ ഇവിടെ വന്നത്? നിയമപ്രകാരമുള്ള എഴുത്തുകുത്തുകൾക്ക് ശേഷം ദേവാലയത്തിൽ സമർപ്പിക്കണമെന്നാണ് പുരോഹിതൻ പറഞ്ഞത്. വരൂ, നമുക്ക് പോകാം. ഇതാ ദൈവമേ, ഞങ്ങളുടെ ഈ സമർപ്പണം സ്വീകരിച്ചാലും. മനുഷ്യകുലത്തിന്റെ മാതാവിനെ വാർത്തെടുക്കുവാൻ ഈ ദമ്പതികളുടെ ത്യാഗത്തിന്റെ യോഗ്യത വേണമായിരുന്നു. ദൈവമാതാവിനെ വളർത്തിയെടുത്ത കരങ്ങളാണ് വിശുദ്ധ അന്നയുടെ. വിശുദ്ധ അന്ന, വിശുദ്ധ ജോവാക്കി, നിങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളുടെ കാറ്റഗിസം വിഭാഗത്തെ സമർപ്പിക്കുന്നു. ഇവിടെ പഠിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പരിശുദ്ധ അമ്മയെപ്പോലെ വളർത്തിയെടുക്കണം. പരിശുദ്ധ അമ്മയെപ്പോലെ വചനമായ ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും വഹിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണം.